ഹായ് എവരിവൺ, എൻ്റെ പേര് മെർലിൻ. ഞാനൊരു ടീച്ചറാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് വന്നിരിക്കുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ഒരു 80% എബോവ് എന്തായാലും സ്കോർ ചെയ്യണം. പക്ഷെ എവിടുന്ന് പഠിക്കണം, എങ്ങനെ തുടങ്ങണം എന്നറിയാതെ കൺഫ്യൂഷനിലാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ എക്സാം വളരെ അടുത്തെത്തിയേക്കുവാണ് അല്ലേ. അപ്പം ഈ ഒരു സമയത്ത് ഇനി ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് പഠിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം നമുക്ക് ഏറ്റവും നന്നായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്നത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ടോപ്പിക്സിനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ നമ്മുടെ ടോപ്പിക്കിനെ 3 കാറ്റഗറൈസ് ചെയ്യണം പഠിക്കുന്ന സമയത്ത്. മസ്റ്റ് സ്റ്റഡി, ഉറപ്പായിട്ടും പഠിക്കേണ്ട കാര്യം. ഷുഡ് സ്റ്റഡി, പഠിച്ചിരിക്കേണ്ടത്. ഗുഡ് ടു നോ, അറിഞ്ഞിരിക്കുന്നത് നല്ലത് എന്നുള്ളത്. ഇങ്ങനെ 3 വേണം നമ്മൾ നമ്മുടെ ടോപ്പിക്കുകളെ കാറ്റഗറൈസ് ചെയ്യേണ്ടത് പഠിക്കുന്ന സമയത്ത്. അതിൽ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നതെന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാം പാറ്റേൺ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് എക്സാം പാറ്റേൺ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതോടൊപ്പം തന്നെ അവർക്ക് മാർക്കിന്റെ വെയിറ്റേജും ഏതൊക്കെ ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതെന്നും കുറവുള്ളതെന്നും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററുകളായിരിക്കണം മസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് തൊട്ട് താഴെ എന്നാൽ പ്രയോറിറ്റി ഉള്ള ചാപ്റ്റർ ആയിരിക്കണം ഷുഡ് സ്റ്റഡിക്കകത്ത് വരുന്നത്. ഈ 2 ചാപ്റ്ററുകൾ നല്ല രീതിയിൽ, അതായത് ഈ 2 കാറ്റഗറിയിൽ പെടുന്ന ടോപ്പിക്കുകൾ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലാസ്റ്റ് ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിരിക്കുക. ഇത് രണ്ടും പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള പോർഷൻസ് പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മുടെ ചാപ്റ്റേഴ്സിനെ 3 കാറ്റഗറൈസ് ചെയ്യണം എന്ന്. മസ്റ്റ് സ്റ്റഡി, ഷുഡ് സ്റ്റഡി ആൻഡ് ഗുഡ് ടു നോ. ഇതിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഫസ്റ്റ് കവർ ചെയ്യേണ്ടത് മസ്റ്റ് സ്റ്റഡി എന്ന് പറയുന്ന പോർഷൻ ആയിരിക്കണം. ഹൈ പ്രയോറിറ്റി ഉള്ള, ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള പോർഷനിൽ നിന്നായിരിക്കണം നിങ്ങൾ ആദ്യം പഠിച്ച് വരേണ്ടത്. ഓക്കെ, ഇനി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞില്ല അല്ലേ. നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുന്ന സമയത്ത് ആദ്യം അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഒരു കാര്യം കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. ഏറ്റവും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് മനസ്സിലായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതുക. ഷോർട്ട് നോട്ട് എന്ന് ഉദ്ദേശിച്ചത് വലിച്ചുവാരി ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഷോർട്ട് നോട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം കെമിസ്ട്രിയിലാണെങ്കിൽ ജസ്റ്റ് ഇപ്പം ബോയിൽസ് ലോ അല്ലെങ്കിൽ ചാൾസ് ലോ, ഇങ്ങനെ ലോകളാണെങ്കിൽ ജസ്റ്റ് ആ ഫോർമുല അത് മാത്രം. മാത്സ് ആണെങ്കിലും ആ ഒരു ഫോർമുല മാത്രം. ഫിസിക്സ് ആണെങ്കിലും ആ ഒരു ഫോർമുല മാത്രം. ഇനി ബയോളജി ആണെങ്കിൽ നിങ്ങൾ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് ആ ടോപ്പിക്കിന്റെ ഡെഫിനിഷൻ മാത്രം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ നോട്ട് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ പഠിത്തം കഴിഞ്ഞോ? ഇല്ല. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം, മോഡൽ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം. ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ഈ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ടോപ്പിക്കുമായിട്ട് നന്നായിട്ട് യൂസ്ഡ് ആവും. അപ്പം നിങ്ങൾക്ക് വിട്ടുപോയിട്ടുള്ള പോയിന്റ്സുകൾ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് നിങ്ങൾ ടൈം മാനേജ്മെന്റ് സ്കില്ല് പഠിക്കും. അതായത് എക്സാം ഹോളിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഏത് ടോപ്പിക്കിലെ ആണ് എന്ന് നിങ്ങൾക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാനും പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് എഴുതാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമതായിട്ട് പരീക്ഷാ പേടി. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷനാണ്, എങ്ങനെ ഇത് ചെയ്യും, എവിടുന്ന് തുടങ്ങും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും, പക്ഷെ അത് പേപ്പറിലോട്ട് എഴുതി വെക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു പ്രശ്നത്തിനും ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആവും. നമ്മളൊരു ചാപ്റ്റർ നന്നായിട്ട് കാറ്റഗറൈസ് ഒക്കെ ചെയ്ത് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് ആ ടോപ്പിക്ക് നമ്മൾ പഠിച്ച് അതിൻ്റെ ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നന്നായിട്ടത് പഠിച്ചു. പക്ഷെ ആ ടോപ്പിക്ക് നമ്മൾ മറന്നു പോയാലോ? അപ്പം എങ്ങനെ ഒരു ടോപ്പിക്ക്, ഒരു പഠിച്ച ഒരു ടോപ്പിക്ക് എങ്ങനെ മറന്നു പോകാതെ ഓർത്തിരിക്കുക എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ടോപ്പിക്ക് 24 hours തന്നെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ടോപ്പിക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഷോർട്ട് നോട്ടുകൾ തന്നെയാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെങ്കിൽ ആ ഷോർട്ട് നോട്ട് വെച്ചിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് റിവൈസ് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം,
അതൊന്നും കൂടി ഒന്ന് എടുത്ത് നോക്കിയിട്ട് ആ ടോപ്പിക്ക് നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ചില ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രിയിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇപ്പോൾ അയണൈസേഷൻ എനർജി, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ച ടോപ്പിക്കെങ്കിൽ ചുമ്മാതെ അവിടെ ഇരിക്കുന്ന സമയത്തോ ഒരു ടി വി കാണുന്ന സമയത്തോ ഒരു എന്തെങ്കിലും ചെടി നനയ്ക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് ആലോചിക്കാം എന്താണ് അയണൈസേഷൻ എനർജി എന്ന്. ആലോചിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക്ക് ഒന്നും കൂടി റീകോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ടോപ്പിക്ക് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നമ്മൾ പഠിച്ച പോർഷൻസ് ഒന്നും കൂടി നന്നായിട്ട് ഓർത്തിരിക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ആദ്യം തന്നെ മാർക്ക് വെയിറ്റേജിൻ്റെ ബേസിസിൽ നിങ്ങൾ നിങ്ങളുടെ ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്യുക. ദെൻ നിങ്ങൾ അതിൽ നിന്ന് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്ക് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം 24 hours തന്നെ എന്ത് ചെയ്യുക, നിങ്ങളിത് റിവൈസ് ചെയ്യുക. എനിക്ക് ഉറപ്പുണ്ട് ഈ 4 സ്റ്റെപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. ഓക്കെ, സീ യു.